മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള ചർച്ചയ്ക്ക് ശേഷം, കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പി വി അൻവർ മടങ്ങുകയാണ്. മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം സംസാരിക്കാമെന്നുള്ളതായിരുന്നു. ഷഫീദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. ഷഫീദ്, കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒന്നും പറയാതെ പി വി അൻവർ പോയി അല്ലേ? നമ്മൾ ചോദിച്ചു അൻവറിനോട് മാധ്യമങ്ങളെ കാണുന്നുണ്ടോന്ന്. MLA ഹോസ്റ്റലിൽ എത്തിയതിനു ശേഷം കാണാം, അദ്ദേഹം അറിയിക്കാമെന്നുള്ള മറുപടി മാത്രമാണ് പറഞ്ഞത്. ഇപ്പോൾ MLA ഹോസ്റ്റലിലേക്കാണ് പി വി അൻവർ പോയതെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. ഏതായാലും അല്പസമയത്തിനുള്ളിൽ അൻവർ മാധ്യമങ്ങളെ MLA ഹോസ്റ്റലിൽ വെച്ച് കാണും എന്ന് നമ്മളോട് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. നമ്മൾ ആവർത്തിച്ചെടുത്ത് അദ്ദേഹത്തോട് ചോദിച്ചു MLA മാധ്യമങ്ങളെ കാണുന്നുണ്ടോ, അപ്പോൾ MLA ഹോസ്റ്റലിൽ കാണാം എന്നുള്ളതാണ് മറുപടി. ഏതായാലും മുഖ്യമന്ത്രിയും സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലേക്ക് പോയതാണ്. സാധാരണ ഇതിൽ ഉച്ചയ്ക്ക് അദ്ദേഹം ക്ലിഫ് ഹൗസിലേക്ക് പോകാറുള്ളത് പോലെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലേക്ക് പോയിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ അൻവർ MLA ഹോസ്റ്റലിൽ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തൊക്കെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, തനിക്ക് താൻ ഉന്നയിച്ച ആരോപണത്തിൽ സർക്കാർ പിന്നോട്ട് വലിച്ചതിലെ അതൃപ്തി പ്രകടമാക്കിയോ, അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങളിലെ തെളിവുകൾ കൈമാറിയിട്ടുണ്ടോ, ആഭ്യന്തര വകുപ്പിൽ തലപ്പത്ത് കൊടും ക്രിമിനലുകൾ എന്ന് പോലും വിശേഷിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് തന്നെ കൊണ്ടെത്തിച്ച കാര്യങ്ങൾ എന്തൊക്കെ, താൻ അറിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ, തന്റെ കയ്യിലുള്ള തെളിവുകൾ എന്തൊക്കെ, അത് മുഖ്യമന്ത്രിക്ക് കൈമാറിയത് ഏതൊക്കെ എന്നടക്കമുള്ള കാര്യങ്ങളിൽ അൻവർ പ്രതികരിക്കണം. അൻവറിന്റെ പ്രതികരണം ഉണ്ടാകും MLA ഹോസ്റ്റലിൽ നിന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും അൻവർ പറഞ്ഞത് മാധ്യമങ്ങളെ കാണാം, അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രസരിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് എന്തെങ്കിലും ഉറപ്പ് നൽകിയിട്ടുണ്ടോ എന്നതടക്കം ഈ മണിക്കൂറിലെ ഏറ്റവും ആകാംക്ഷാഭരിതമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും സുപ്രധാനമായി ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണം വേണം എന്നുള്ളതായിരുന്നു പി വി അൻവർ ഇന്നലത്തെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യം. ഏതാണ്ട് ആ ആവശ്യത്തോട് പാർട്ടിയും ആഭ്യന്തര വകുപ്പൊക്കെ ആദ്യഘട്ടത്തിൽ പോസിറ്റീവായി പ്രതികരിച്ചു. പക്ഷേ തിരുവനന്തപുരത്തേക്ക് മുഖ്യമന്ത്രി മടങ്ങിയെത്തിയ ശേഷം തീരുമാനം മാറാനുള്ള സമ്മർദ്ദം, അത് ഏത് രീതിയിൽ, അതൊരു പക്ഷേ അൻവറുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അത് മതിയോ എന്നുള്ള തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി എത്തിയതാണോ തുടങ്ങിയ വിവരങ്ങൾ അത് നമുക്ക് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച, അദ്ദേഹം കയറിപ്പോകുന്ന സമയം നമ്മൾ കണ്ടതാണ്. അധിക സമയം എടുത്തില്ല, എന്നാൽ അത്യാവശ്യം കാര്യങ്ങൾ ധരിപ്പിക്കാനുള്ള സമയം അതിനകത്തുണ്ട് താനും എന്ന രീതിയിലേക്കാണ് ഈ ഒരു സമയക്രമത്തെ പോലും നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. ഏതായാലും മുഖ്യമന്ത്രി ഒരുപക്ഷെ പാർട്ടിയിൽ കൂടിയാലോചനകൾ നടത്തും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. മുഖ്യമന്ത്രി ഷഫീദ്, അല്പസമയത്തിനും അൻവർ പറയുന്ന വാക്കുകൾ നിർണായകമാണ്. അതിന് കാരണം ഈ മറ്റാരുമായുമായല്ല, താരതമ്യത്തിന്റെ പരമാവധിയിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ മോഡസ് ഓപ്പറാണ്ടിയുമായി താരതമ്യം ചെയ്യായിരുന്നു സംസ്ഥാനത്തിന്റെ പോലീസിലെ രണ്ടാമനെ. ആ രണ്ടാമൻ ഇപ്പോഴും ആ കസേരയിൽ തന്നെ തുടരുന്നു. DGP അയാൾക്കെതിരെ അന്വേഷണം നടത്തുന്നു എന്ന് പറയുമ്പോൾ പോലും സാങ്കേതികമായി ADGP കസേരയിൽ അജിത് കുമാർ തന്നെ ഇരിക്കുകയും ചെയ്യുമ്പോൾ അൻവറിന് അത് സ്വീകാര്യമാവില്ല, ഉറപ്പായും സ്വീകാര്യമാവില്ല. അത് മുഖ്യമന്ത്രിയുമായി അൻവർ അദ്ദേഹത്തിന്റെ സ്വതവേയുള്ള ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടാകണം. അതടക്കമുള്ള കാര്യങ്ങൾ അൻവർ തുറന്നു പറയും ആ കൂടിക്കാഴ്ചയിൽ ഉണ്ടായത് എന്ത് എന്ന് കരുതാമോ ഷഫീദ്? ആ അതൃപ്തി ഉറപ്പായിട്ടും മുഖ്യമന്ത്രിയോട് പി വി അൻവർ അത് സൂചിപ്പിക്കാൻ തന്നെയാണ് ഹഷ്മി സാധ്യത. കാരണം എന്താണെന്ന് വെച്ചാൽ നൊട്ടോറിയസ് ക്രിമിനൽ എന്ന സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPയെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വിശേഷിപ്പിച്ച അൻവർ ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല എന്നുള്ള കാര്യം അത് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നലത്തെ വാർത്താ സമ്മേളനം. MR അജിത് കുമാറിനെതിരെയുള്ള പി വി അൻവറിന്റെ അവസാനത്തെ വജ്രായുധമായിരുന്നു കവടിയാറിലെ കൊട്ടാരം, മണിമാളിക, അതടക്കം വാർത്തയാക്കി പൊതുസമൂഹത്തിന് മുൻപിൽ നിരത്തി ഒരു ഓഡിറ്റിന് പി വി അൻവർ വെല്ലുവിളിക്കണമെങ്കിൽ സ്വാഭാവികമാണ് പി വി അൻവർ ആ അതൃപ്തിയും ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റിയില്ല എന്നുള്ള അതൃപ്തി പോലും പി വി അൻവർ മുഖ്യമന്ത്രിക്ക് മുൻപിൽ അറിയിച്ചിട്ടുണ്ടാകും. മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് അത് പി വി അൻവറിന് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമുക്കറിയേണ്ടത്. കാരണം വിലക്കാനോ പുറത്താക്കാനോ പാർട്ടി അംഗമല്ല പി വി അൻവർ. മാത്രവുമല്ല പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം പി വി അൻവർ ഇതുവരെ നടത്തിയ പോരാട്ടങ്ങളിലൊന്നും പി വി അൻവർ പിന്നോട്ട് പോയിട്ടില്ല. കൂടാതെ അദ്ദേഹം തെളിവടക്കം നിരത്തി ചുമ്മാതെ വന്ന് വെടിപൊട്ടിക്കുന്ന രീതി പി വി അൻവറിനില്ല. പകരം അദ്ദേഹം ഏത് കാര്യം ആരോപിച്ചാലും അതിനകത്തൊരു അടിസ്ഥാനം ഉണ്ടാകണം എന്നുള്ള കാര്യം വാശി പിടിക്കുന്ന ആളാണ്. അത് നമ്മൾ മുൻപൊരു ഓൺലൈൻ ചാനലിനെതിരെ അദ്ദേഹത്തിന്റെ ചില നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതടക്കം അട്ടിമറിക്കാൻ ക്രമസമാധാന ചുമതലയുള്ള ADGP ശ്രമിച്ചു എന്നുള്ളതാണ് പി വി അൻവർ ഇന്നലെ ആവർത്തിച്ച കാര്യം. അപ്പോൾ അതിലടക്കം മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ ഉറപ്പ് കൊടുത്ത് പി വി അൻവറിനെ മയപ്പെടുത്താനുള്ള സാധ്യതയുണ്ടോ, അതല്ലെങ്കിൽ ഈ മറ്റെന്തെങ്കിലും ഒരു ഫോർമുല അതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ നമ്മൾ MLA ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. MLA ഹോസ്റ്റലിൽ പി വി അൻവർ മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം.
ഈ MLA ഹോസ്റ്റലിലൊക്കെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ PV അൻവർ മുഖ്യമന്ത്രിക്ക് മുൻപിൽ എടുത്ത നിലപാട് അത് അതേ രീതിയിൽ പറയുകയാണോ എന്നുള്ള ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. അങ്ങനെ വലിയ രാഷ്ട്രീയ ആകാംക്ഷ ഈ വിഷയത്തിലുണ്ട്. കാശ്മീർ ഈ വിഷയത്തിൽ CPM നേതൃത്വത്തിന്റെ ഇടപെടലും ശ്രദ്ധേയമാണ്. കാരണം ഈ മുഖ്യമന്ത്രി ഓഫീസിൽ ഒരു സൂപ്പർ പവർ പ്രവർത്തിക്കുന്നു, അതല്ലെങ്കിൽ ഒരു സൂപ്പർ DGPയും ഒരു സൂപ്പർ മുഖ്യമന്ത്രിയും ഒക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അത് വെറുതെ പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം മാത്രമായിരുന്നില്ല. പാർട്ടിക്കുള്ളിലും സമാനമായ രീതിയിൽ ചില ആക്ഷേപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ അത്തരം ആക്ഷേപങ്ങളെ ശരിവെക്കുന്ന രീതിയിൽ ഒരു ഭരണകക്ഷി MLA ഒരു അഭിപ്രായം, ഒരു ആരോപണം, അത് നിരനിരയായി, അത് സ്വർണ്ണക്കടത്ത് ബന്ധമുണ്ട്, അനധികൃത സ്വത്ത് സമ്പാദനമുണ്ട്, ഈ എടവണ്ണ കൊലപാതകവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുണ്ട്, അതിനെല്ലാം അപ്പുറത്തേക്ക് ഈ കോഴിക്കോട്ടെ വ്യവസായിയുടെ തിരോധാന സംഭവമുണ്ട്, അതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഏതായാലും MLA ഹോസ്റ്റലിലേക്ക് PV അൻവർ മടങ്ങിയെത്തിയിട്ടുണ്ട്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണുന്ന സമയം അറിയിക്കും. അതിൽ അദ്ദേഹം മുഖ്യമന്ത്രിയോട് സംസാരിച്ച വിഷയങ്ങൾ, മുഖ്യമന്ത്രിക്ക് മുൻപിൽ നിരത്തിയ തെളിവുകൾ, അതടക്കമുള്ള കാര്യങ്ങൾ എന്താണ് അദ്ദേഹത്തിന്റെ തുടർ നിലപാട്, സർക്കാർ എന്തെങ്കിലും ഉറപ്പ് കൊടുത്തിട്ടുണ്ടോ എന്നീ കാര്യങ്ങളിൽ നമുക്ക് വിശദമായ വിവരം അറിയാം. ഏതായാലും ഷഫീദ്, മുഖ്യമന്ത്രി ADGPയെ പുറത്താക്കിയാൽ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ കസേരയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരുമെന്ന് കെ സുരേന്ദ്രൻ പറയുന്നു. ഈ ഉപജാപക സംഘത്തെ മുഖ്യമന്ത്രിക്ക് പേടിയാണ് എന്ന് പരിഹസിക്കുന്നു പ്രതിപക്ഷ നേതാവ്. ഈ വിഷയത്തിൽ ഇത്രത്തോളം ഒരു പ്രതിപക്ഷ MLA അല്ല പറയുന്നത്, PV അൻവർ എന്ന് പറയുന്ന ശക്തനായ ഭരണപക്ഷ MLA ആണ്. അത് പറയാവുന്നതിന്റെ പരമാവധി ആരോപണം ഉന്നയിക്കുമ്പോൾ ADGPയും ഏറ്റവും ചുരുങ്ങിയ പക്ഷം ADGP അവിടെ ഇരുന്നെങ്കിൽ കൂടിയും ഏറ്റവും ചുരുങ്ങിയ പക്ഷം ആ സുജിത് ദാസെങ്കിലും ആ കസേരയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ലെങ്കിൽ അത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കില്ലേ? അൻവർ ഇപ്പോൾ ഈ കാണുന്ന കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തിന്റെ പക്കലുള്ള ഒരുപക്ഷെ പോലീസിന്റെ ഇൻസൈഡ് സോഴ്സിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങളടക്കം മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ടാവില്ലേ ഷഫീദ്? അഷ്മി, അൻവർ അടങ്ങിയിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ യുദ്ധം അൻവർ വെറുതെ അങ്ങ് തുടങ്ങി വെച്ചതുമല്ല. ആ യുദ്ധത്തിന് അൻവർ ഒറ്റയ്ക്കുമല്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. പലതരത്തിലുള്ള സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട ബലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും MLA ഹോസ്റ്റലിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് ചില സമയമെടുത്തായിരിക്കും PV അൻവറിന്റെ പ്രതികരണം ഉണ്ടാവുക. ആഷ്മി സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആഷ്മി സൂചിപ്പിച്ചത് ഈ മുഖ്യമന്ത്രിയുടെ കസേര തന്നെ തെറിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള കെ സുരേന്ദ്രന്റെ ആരോപണം. പക്ഷെ അത് അത്ര ഹാർഡ് അല്ലെങ്കിൽ കൂടി അതിന്റെ ഒരു ലൈറ്റ് വേർഷൻ ഉണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ MR അജിത്കുമാറിനെതിരെ നടപടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ, ആ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് P ശശിയിലേക്ക് നീളുമോ, അത് അടുത്ത ഊഴം P ശശിയുടേതാണോ? നിലവിലിപ്പോൾ സുജിത് ദാസ്, MR അജിത്കുമാർ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, ഇതാണ് അതിന്റെ ലൈനപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈനപ്പിൽ മൂന്നാമൻ P ശശിയാണ്. അപ്പോൾ P ശശിയിലേക്ക് കാര്യങ്ങൾ പോകുമോ? P ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ അത് സർക്കാരിനെ സംബന്ധിച്ച് മാത്രമല്ല, അത് CPM-നെ സംബന്ധിച്ച വലിയൊരു പ്രശ്നമാണ്. CPM-നുള്ളിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിലേക്കുള്ള തീരുമാനത്തിന് സർക്കാർ തന്നെ ഒരു വടി വെച്ച് കൊടുക്കണോ? പ്രതിപക്ഷത്തിന് അടിക്കാൻ, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ അടിക്കാൻ സർക്കാർ തന്നെ ഒരു വടി വെച്ചു കൊടുക്കണമോ എന്നുള്ള ചോദ്യമുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സുജിത് ദാസിനെ, അത് സാങ്കേതികമായി അദ്ദേഹത്തെ മാറ്റി നിർത്തിയെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല, പക്ഷേ അദ്ദേഹത്തിന് അധികം ചുമതല നൽകിയിട്ടുമില്ല. പത്തനംതിട്ട SP ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി മറ്റ് ചുമതലകൾ അദ്ദേഹത്തിന് നൽകിയിട്ടുമില്ല. അപ്പോൾ സുജിത് ദാസ് പുറത്തിരിക്കുന്നു. അദ്ദേഹം നിലവിൽ ഇപ്പോൾ അവധിയിലാണ്. അദ്ദേഹത്തെ സംസ്ഥാന പോലീസ് മേധാവിയോട് കാണാൻ പറഞ്ഞിട്ടുണ്ട്, നേരിട്ടെത്തി. അതിനുശേഷം അക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നു. ADGP MR അജിത്കുമാറിന്റെ കാര്യത്തിൽ അജിത് കുമാറിനെതിരെ കടുത്ത നടപടി ഇല്ലെങ്കിൽ കൂടി സംസ്ഥാന പോലീസ് മേധാവിയെ നേരിട്ടിറക്കി PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കാനുള്ള ഉന്നതതല സംഘം രൂപീകരിക്കുമ്പോൾ ആ ഫോർമുല കറക്റ്റാണ്. അതായത് സർക്കാർ പ്രതിരോധത്തിലാകാതെ മുഖ്യമന്ത്രി ഒരു ഫോർമുല കണ്ടെത്തുന്നു എന്ന് വേണം കരുതാൻ. കാരണം മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായ ആഭ്യന്തര വകുപ്പിലെ തലവനെ മാറ്റുമ്പോൾ, പോലീസിലെ തലവനെ മാറ്റുമ്പോൾ അത് സർക്കാരിനുണ്ടാക്കുന്ന പ്രതിച്ഛായ ഭംഗം, പ്രതിച്ഛായ പ്രശ്നം അതടക്കം മുഖ്യമന്ത്രി മുൻകൂട്ടി കാണുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനുണ്ട്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനും അധിക കാലമൊന്നുമില്ല. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ട് പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. താഴെത്തട്ടിലുള്ള സമ്മേളനങ്ങളിൽ വിമർശനം ഉയരാം. പക്ഷേ ജില്ലാ സമ്മേളനങ്ങളിലും സംസ്ഥാന സമ്മേളനത്തിലും വിമർശനം ഉയർന്നാൽ അത് താങ്ങാനുള്ള, അത് പ്രതിരോധിക്കാനുള്ള എന്തെങ്കിലും മറുവായുധം പാർട്ടി നേതൃത്വത്തിന്റെ പക്കൽ ഇല്ലതാനും. സംസ്ഥാന സെക്രട്ടറിയെ സംബന്ധിച്ച് തിരുത്തൽ എന്നുള്ള വാക്ക് മാത്രമാണ് അദ്ദേഹം പാർട്ടിക്കകത്തും പറയുന്നത്. അടിമുടി തിരുത്തൽ, EP ജയരാജൻ പുറത്താകുന്നു, PK ശശിയെ മാറ്റുന്നു. അങ്ങനെ ആ തിരുത്തലെടുക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ സർക്കാർ സംവിധാനങ്ങളെയോ തിരുത്താൻ സംസ്ഥാന സെക്രട്ടറിക്ക് ആവില്ല എന്നുള്ള ചോദ്യം പാർട്ടി അണികളിൽ നിന്ന് ഗോവിന്ദൻ മാഷും പ്രതീക്ഷിച്ചേക്കാം. അങ്ങനെ പലതരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഫോർമുലകൾ മുൻപിലുണ്ട്. രാഷ്ട്രീയ പ്രതിസന്ധി മറികടക്കണം. അപ്പോൾ അതിനെ ഒന്നും ചലിപ്പിക്കും. എന്നാൽ PV അൻവറിനെ വിട്ട് പിണക്കാനും പറ്റില്ല. കാരണം PV അൻവർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് സാമ്പിൾ വെടിക്കെട്ടുകൾ, അതായത് സാമ്പിൾ തെളിവുകളാണ്. ഈ വെടിക്കെട്ടിന്റെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെടിക്കെട്ട് നടക്കുന്നത് അത് പൊളിറ്റിക്കൽ അല്ല, അത് മുന്നോട്ട് വെക്കുന്ന തെളിവുകളാണ്. പൊളിറ്റിക്കൽ ഇപ്പോൾ തന്നെ പ്രതിപക്ഷ അലിഗേഷൻ അത് ഊർജിതമാക്കിയിട്ടുണ്ട്. തൃശൂർ പൂരം കലക്കാൻ കൂട്ടുനിന്നത്, അല്ലെങ്കിൽ തൃശൂർ പൂരം കലക്കി കൊടുത്തത് MR അജിത്കുമാറാണെന്ന ഒരു ഭരണകക്ഷി MLA പറയുമ്പോൾ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനുണ്ടാക്കിയ പ്രശ്നങ്ങളടക്കം ഓഡിറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഒരു ഓഡിറ്റ് അതുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കലി ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രി
മുഖ്യമന്ത്രി രാജി ആവശ്യം അത് പ്രതിപക്ഷവും BJPയും കടുപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന ആവശ്യം അത് BJP ഉയർത്തുന്നുണ്ട്. പ്രതിപക്ഷം ആടിമുടി പ്രശ്നമാണെന്നും CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെടുന്നു. അങ്ങനെ സർക്കാരിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയെ മറികടക്കണം. അതേസമയം PV അൻവർ ഭരണകക്ഷിയിൽപ്പെട്ട MLA എന്ന നിലയിൽ PV അൻവർ ഉന്നയിക്കുന്ന ആരോപണത്തെ തള്ളിക്കളയാൻ കഴിയില്ല. ഇന്നലെ മുഖ്യമന്ത്രി പ്രതികരിച്ചപ്പോഴും സംസ്ഥാന പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന വേദിയിൽ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോഴും നമ്മൾ കണ്ടത് മുഖ്യമന്ത്രി തിരുത്താൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അദ്ദേഹം എടുത്തു പറഞ്ഞൊരു വാക്ക് പോലീസിലെ പുഴുക്കുത്തുകളെ ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് മുഖ്യമന്ത്രി കടക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദങ്ങൾ വരുന്നു. മുഖ്യമന്ത്രിയെ കൂച്ചുവിലങ്ങിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിർത്തുകയാണോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ട് വേണം ഈ മോശം കാലത്തെ മുഖ്യമന്ത്രിക്ക് അതിജീവിക്കാൻ. അത് പാർട്ടിക്കുള്ളിലുണ്ട്, പാർട്ടിക്ക് പുറത്തുണ്ട്. ഹാഷ്മി. ഷഫീദ്, അൻവർ കഴിഞ്ഞ കുറേ മാസങ്ങളെ ഇതിന്റെ പിന്നാലെയാണ് എന്ന് തന്നെ പറയുന്നു. അൻവർ പറയുന്നു അജിത് കുമാർ കരുതുന്നു അയാൾ എനിക്ക് പിന്നാലെയാണ്, പക്ഷെ ഞാൻ അയാൾക്ക് പിന്നാലെയാണെന്ന് പറയുന്നു. ഇപ്പോൾ കവടിയാറുള്ള കൊട്ടാര സദൃശമായ വീട് എന്ന് പറയാൻ കഴിയില്ല. കൊട്ടാരത്തിന്റെ വിവരങ്ങൾ മാധ്യമങ്ങളോട് പറയുന്നത് നമ്മൾ മാധ്യമങ്ങൾ കണ്ടെത്തിയതല്ല, പ്രതിപക്ഷം പറയുന്നതല്ല. അത് അൻവർ പറയുന്നതാണ് ആ വാർത്താ സമ്മേളനത്തിൽ. അൻവറിനത് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഉറപ്പായും അത് പോലീസിലെ ഇൻസൈഡിൽ നിന്ന് കിട്ടിയെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതടക്കം ഈ ഫോൺ ചോർത്താനുള്ള പ്രത്യേക സംവിധാനം അടക്കം കിട്ടുന്നത് പോലീസിലെ അകത്തുനിന്ന് തന്നെയാണ്. അപ്പോൾ അൻവറിന്റെ പക്കൽ ഇൻഫർമേഷൻ ഉണ്ട്. ഷഫീദ്, അൻവർ പുറത്തുവിട്ടതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അൻവറിന്റെ പക്കലുണ്ട്. അതടക്കം മുഖവിലക്കെടുക്കേണ്ടി വരില്ലേ ADGP ആ കസേരയിൽ തന്നെ ഇരുത്താൻ സർക്കാർ തീരുമാനിച്ചാൽ? ഷഫീദ്. അഷ്മി, ഉറപ്പായിട്ടും അതൊരു മുമ്പ് ഒരു അപ്ഡേറ്റ് കൂടി അറിയിക്കുന്നു. KT ജലീൽ തിരികെ MLA ഹോസ്റ്റലിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി പ്രതീക്ഷിക്കാവുന്നത് PV അൻവറും KT ജലീലുമായി ഒരു കൂടിക്കാഴ്ച ഒരു പക്ഷേ ഉണ്ടാകും. കാരണം ഈ ദിവസം തന്നെ KT ജലീൽ, PV അൻവർ, അബ്ദുറഹ്മാൻ ഇവരൊക്കെ തിരുവനന്തപുരത്തേക്ക് വരുന്നതിന് പിന്നിൽ സ്വാഭാവികമായും ഒരു സോക്കോൾഡ് ലക്ഷ്യമുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് മുഖ്യമന്ത്രി ഇന്ന് KT ജലീൽ കണ്ടിട്ടില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര സെക്രട്ടറിയെ മാത്രമാണ് കണ്ടത്. മറ്റു ചില ആവശ്യങ്ങൾക്കാണെന്ന ജലീൽ തന്നെ നമ്മളോട് ഓഫ് റെക്കോർഡിൽ സമ്മതിക്കുന്ന സാഹചര്യമുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടിട്ടില്ല. പക്ഷേ PV അൻവർ മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്. ഈ PV അൻവർ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നതിന് മുൻപ് MLA ഹോസ്റ്റലിൽ KT ജലീലും PV അൻവറും ഒരു കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഇന്നലെ KT ജലീൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം ഉദ്യോഗസ്ഥരിലെ കള്ളനാണയങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോർട്ടൽ തുടങ്ങണം. താൻ ഇനി മത്സര രംഗത്തേക്കില്ല. മാത്രവുമല്ല മൂന്നാമത് CPM സഹയാത്രികനായി തുടരും. അതിനൊക്കെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. PV അൻവറുമായി ചേർത്ത് വായിക്കാൻ കഴിയുന്ന ഒരു വലിയ പൊളിറ്റിക്സ് അത്തരം സംഭവങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഇനി ഹഷ്മി ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ഹഷ്മി, ഈ വിഷയത്തിൽ ഈ പോലീസിന്റെ തലപ്പത്തൊരു അഴിച്ചുപണി അത് എത്രയോ നാളുകളായുള്ള CPM-ലെ ആവശ്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം CPM-ലെ ചില നേതാക്കൾക്ക് തന്നെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വിഷയത്തിലുണ്ട്. അത് നവകേരള സദസ്സിൽ പ്രതിഷേധക്കാരെ കൈകാര്യം ചെയ്തുൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും പോലീസ് എടുത്തത് അല്ലെങ്കിൽ പോലീസ് തലപ്പത്തിരിക്കുന്ന ആളുകൾ എടുത്ത തീരുമാനങ്ങൾ അത് ശരിയായി പോയില്ല. അത് സർക്കാരിന്റെ പ്രതിച്ഛായ ബാധിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചു എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അത് ഈ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലടക്കം അഭിപ്രായം ഉയരുകയും യോഗങ്ങളിൽ അഭിപ്രായം പ്രത്യക്ഷമാക്കുകയും ചെയ്തു. CPI പോലെയുള്ള ഘടകകക്ഷികൾ പോലീസിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോഴൊന്നും മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ തന്റെ വിശ്വസ്തരെ, അത് P ശശിയാണെങ്കിലും ADGP MR അജിത് കുമാർ ആണെങ്കിലും അദ്ദേഹം കൈവിട്ടിട്ടില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് പോലീസ് സേനയ്ക്കകത്ത് തന്നെ MR അജിത് കുമാർ സൂപ്പർ മുഖ്യമന്ത്രിയാകുന്നു എന്നുള്ളൊരു വിമർശനമുണ്ട്. അപ്പോൾ ആ വിമർശനം അടക്കമുള്ള കാര്യങ്ങൾ അതിനെ അതിജീവിച്ച് മുഖ്യമന്ത്രി ഇതുവരെയും ഒരു തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി എടുത്ത തീരുമാനത്തിൽ പോലും മുഖ്യമന്ത്രി ഒരു ഉന്നതതല അന്വേഷണ സംഘത്തെ DGPയുടെ നേതൃത്വത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് പ്രതിസന്ധി മറികടക്കാനുള്ള ഒരു ഫോർമുലയായി മാത്രം കണ്ടാൽ മതി. കടുത്ത നടപടിയിലേക്ക് മുഖ്യമന്ത്രി നീങ്ങിയിട്ടില്ല. പൊതുവേദിയിലെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി കാണിച്ച സൂപ്പർ ഹീറോയിസം ഒന്നും തീരുമാനത്തിൽ ഉണ്ടായിട്ടുമില്ല. തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തിയ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൽ തിരക്കിട്ട ചർച്ചകൾ നടത്തി, സർക്കാരിൽ തിരക്കിട്ട ചർച്ചകൾ നടത്തി. ഒടുവിൽ സമ്മർദ്ദങ്ങളിൽ മുഖ്യമന്ത്രി വീണു എന്നുള്ളത് വേണം നമുക്ക് കരുതാൻ. കാരണം അതല്ലെങ്കിൽ പൊതുവേദിയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച കാര്യങ്ങൾ അതിനോട് ചേരാത്ത രീതിയിലുള്ള ചില തീരുമാനങ്ങൾ എടുത്തു. സുജിത്ദാസിനെ സസ്പെൻഡ് ചെയ്യാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ച ഉത്തരവിറക്കാൻ പോലും നിർദ്ദേശം കൊടുത്ത അവസാന ഘട്ടത്തിൽ ആ തീരുമാനത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന തീരുമാനം പോലും വരുമ്പോൾ അതൊരു സമ്മർദ്ദമല്ലെങ്കിൽ പിന്നെന്ത് എന്ന് പ്രതിപക്ഷം തന്നെ ചോദിക്കുന്നുണ്ട്. പ്രതിപക്ഷം അതൊരു രാഷ്ട്രീയ ആയുധമാക്കി ഉയർത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ക്രിമിനൽ സംഘം എന്ന നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ അദ്ദേഹം വീണ്ടും ഇന്ന് ആരോപണം കടുപ്പിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാക്കൾ ഓരോന്നോരോന്ന് ആരോപണം കടുപ്പിക്കുന്നുണ്ട്. BJP കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെ അതൊരു പൊളിറ്റിക്കൽ ഗെയിം എന്നതിനപ്പുറത്തേക്ക് ഇത് ആരുന്നയിച്ചു, എന്താണ് ആ വിവാദങ്ങളുടെ തുടക്കം, എവിടെയാണ് ആഭ്യന്തര വകുപ്പിനെ പഴി പറഞ്ഞത്, ആരാണ് പറഞ്ഞെന്നുള്ള ചോദ്യമുണ്ട്. അത് പ്രതിപക്ഷ MLA അല്ല, മറിച്ച് ഭരണകക്ഷിയിൽപ്പെട്ട MLA ആണ് എന്ന് പറയുമ്പോൾ അത് സർക്കാരിനുണ്ടാക്കുന്ന തലവേദന ചെറുതല്ല. എന്നാൽ PV അൻവറിനെ തള്ളിക്കൊണ്ടുള്ള ഒരു പ്രതികരണത്തിന് പോലും സർക്കാരും CPM-ഉം ഇതുവരെ എത്തിയിട്ടുമില്ല. ജ്യോതിയും കണ്ടില്ല തീയും കണ്ടില്ല എന്ന് രേവതി പറഞ്ഞ പോലെ ADGPയും വീണില്ല, SP വീണില്ല, ശശിയും വീണില്ല. മാധ്യമങ്ങളും ജനങ്ങളും ശശിയായത് മാത്രം മിച്ചം. ഷഫീദ്, മാധ്യമങ്ങളും ജനങ്ങളും ഒക്കെ ശശിയായാലും
നിലമ്പൂരിലെ MLA ശശിയാവാൻ വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനം അല്ല. അങ്ങനെയാണെങ്കിൽ ഒന്ന് നടത്തിയാൽ മതിയായിരുന്നു. ഇതൊന്നല്ല, ഒന്നിന് പിന്നാലെ ഒന്നായി 3 വാർത്താ സമ്മേളനങ്ങൾ, ഫോൺ രേഖകൾ, ഈ പറഞ്ഞ കവടിയാർ കൊട്ടാരത്തിന്റെ വിവരങ്ങളടക്കം തെളിവടക്കം സമ്പുഷ്ടമായ 3 വാർത്താ സമ്മേളനങ്ങളാണ്. അൻവർ അതിന് റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ റിസൾട്ട് കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ് താനും. ഷഫീദ്, കശ്മീർ റിസൾട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ PV അൻവർ ആ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നുള്ള കാര്യത്തിലും തർക്കമൊന്നുമില്ല. കാരണം ഈ 3 വാർത്താ സമ്മേളനം, കശ്മീർ സ്പെസിഫിക്കായി പറഞ്ഞ 3 വാർത്താ സമ്മേളനങ്ങളിൽ ആ വാർത്താ സമ്മേളനങ്ങളുടെ രീതി നോക്കൂ. കൃത്യമായി പഠിച്ച് ആരോപണങ്ങൾക്ക് അടിസ്ഥാനമുണ്ടെന്ന് തെളിയിക്കുന്ന തെളിവുകൾ പക്കലാക്കിയ ശേഷം മാത്രമായിരിക്കാം അൻവർ ആരോപണത്തിലേക്ക് കടന്നത്, അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നതിലേക്ക് കടന്നതെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കാരണം PV അൻവറിന്റെ ആദ്യത്തെ ആരോപണം അത് മലപ്പുറം SP ക്യാമ്പ് ഹൗസിലെ മരമുറിയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം ആ മരമുറി അദ്ദേഹം കൊണ്ട് കണക്ട് ചെയ്യുന്നത് ലോ ആൻഡ് ഓർഡർ DPM MR അജിത് കുമാറുമായിട്ടാണ്. അതിനുശേഷം ഒരുപിടി ആരോപണങ്ങൾ, അത് അനധികൃത സ്വത്ത് സമ്പാദനം അവസാനം പൊട്ടിച്ച വെടിയാണെങ്കിൽ കൂടി സ്വർണ്ണക്കടത്ത് ബന്ധമുണ്ട് അതിനകത്ത്. മാത്രവുമല്ല, സോളാർ കേസ് ഉൾപ്പെടെ അട്ടിമറിക്കാൻ MR അജിത് കുമാർ ശ്രമിച്ചു എന്നുള്ള അൻവറിന്റെ ആരോപണം. അതിന് പിന്നാലെ പരാതിക്കാരുടെ വെളിപ്പെടുത്തൽ വരുന്നു. KC വേണുഗോപാലിന് വേണ്ടി അജിത് കുമാർ തന്നെ വിളിച്ചു എന്നുള്ള അവരുടെ വെളിപ്പെടുത്തൽ വരുന്നു. സോളാർ മാത്രമല്ല, മറ്റു പല രാഷ്ട്രീയ വിഷയങ്ങളിലും MR അജിത് കുമാർ അദ്ദേഹം ഇടപെട്ട് സർക്കാരിന് തന്നെ പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അതിനും അപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി മുഖ്യമന്ത്രി വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ പോലും ചെയ്യാൻ പരാജയപ്പെട്ടു. മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചില നീക്കങ്ങൾ നടത്തുന്നു എന്നൊക്കെ ഭരണകക്ഷിയിൽപ്പെട്ട PV അൻവറിനെ പോലെ ഒരു MLA ഉന്നയിക്കുമ്പോൾ അത് വെറുതെ അങ്ങ് തള്ളിക്കളയാൻ CPM-ന് ആകില്ല. അത് അൻവർ മാത്രം ഉന്നയിക്കുന്ന ഒരു ആരോപണമായി CPM കാണുകയുമില്ല. CPM-നെ സംബന്ധിച്ച് ആ ആരോപണങ്ങൾക്ക് പിന്നിൽ, അതിന്റെ ആരോപണങ്ങളുടെ മെറിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കപ്പെടണം. അതിനെല്ലാം അപ്പുറത്തേക്ക് ആരോപണങ്ങൾക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം വീണ്ടും ഉയരുന്നൊരു ചോദ്യമായി അവശേഷിക്കും. അങ്ങനെ പലതരത്തിലുള്ള വിവാദങ്ങൾ, വിഷയങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ MR അജിത് കുമാറിനെ ഡയറക്ട്ലി അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കവടിയാറിൽ വെക്കുന്ന വീട്, കവടിയാർ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് വെക്കുന്ന ആഡംബര വീടിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നത്. അതൊക്കെ ഓഡിറ്റ് ചെയ്യണം. ആ ഓഡിറ്റ് ചെയ്യണമെന്നുള്ള അൻവറിന്റെ ആരോപണം, ആവശ്യം, അതിൽ നിന്ന് സർക്കാരിനെ മുഖം തിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ശരി, അത്രത്തോളം ഗുരുതര ആരോപണങ്ങളാണ് PV അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ. അതിന് തെളിവടക്കം മുഖ്യമന്ത്രിക്ക് അദ്ദേഹം കൊടുത്തിട്ടുമുണ്ടാകണം. അല്പസമയത്ത് MLA ഹോസ്റ്റൽ PV അൻവർ മാധ്യമങ്ങളോട് സംസാരിക്കും. നമുക്ക് നോക്കാം എന്താണ് കൂടിക്കാഴ്ചയുടെ വിശദ വിവരങ്ങൾ. അല്പസമയത്തിനകം MLA ഹോസ്റ്റലിന് മുന്നിൽ PV അൻവർ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. ബഹളം വെച്ചിട്ട് ആരും ഒന്നും കേൾക്കില്ല. നിങ്ങളൊന്ന് സൈലന്റ് ആയിട്ട് ഒരാൾ ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചോദിക്കാനുള്ള ചോദ്യം ഏകദേശം ഒന്നാണ്. ഒരാൾ ചോദിച്ചോളൂ, ഞാൻ പറയാം. ഇല്ല, അപ്പോ ബഹുമാനപ്പെട്ട ഇന്നലെ നടത്തിയ പത്രസമ്മേളനം നിങ്ങൾക്കറിയാം. ആ പത്രസമ്മേളനത്തിൽ ഞാൻ ഡിക്ലെയർ ചെയ്തതായിരുന്നു, ഇന്നലത്തെ പത്രസമ്മേളനത്തോടു കൂടി ഇതിന്റെ 1ാം ഘട്ടം അവസാനിച്ചെന്നു. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കാണും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് എഴുതി കൊടുക്കും. ഈ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് വിശദീകരിക്കും എന്ന് തീർത്ത് പറഞ്ഞതായിരുന്നു. അതിനുശേഷമേ ഇനി പത്രക്കാരെ സംസാരമുള്ളൂ എന്ന് ഇന്നലെ വിളിച്ച എല്ലാ പത്രക്കാരോടും പറഞ്ഞതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞ രീതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടു. വിശദമായ ഈ സംഭവ വികാസങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. കൃത്യമായി എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ എഴുതി കൊടുത്തു. അദ്ദേഹം സശ്രദ്ധം ഈ കാര്യങ്ങൾ കേട്ടു. അതിന്റെ വിശദീകരണങ്ങൾ എന്നോട് ചോദിച്ചു. ഇനി സത്യസന്ധമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കും. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന അതേ പരാതി തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദ മാഷക്കും നൽകുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ എന്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ്. ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു സഖാവ് എന്ന നിലക്കാണ്. ഒരു സഖാവ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങി. ഈ പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സഖാവാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഒരു സഖാവ് എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു. പാർട്ടിയുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഗോവിന്ദ മാഷ് ട്രിവാൻഡ്രത്ത് ഇന്നില്ല. ബഹുമാനപ്പെട്ട സഖാവിനെ കൂടെ കണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളും അതിന്റെ വിശദീകരണങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ കോപ്പിയും സഖാവ് ഗോവിന്ദ മാഷക്ക് നൽകുന്നതോടുകൂടി ഒരു സഖാവ് എന്ന നിലയ്ക്കുള്ള എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ അന്വേഷണ ഏജൻസിയുമായി സഹകരിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്തം.
ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ. എം.ആർ. അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ആളല്ല ഞാൻ. ഒരു സഖാവ് എന്ന നിലയ്ക്ക് എനിക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ്. അവർ അതിന് അനുസൃതമായ ഉത്തരവാദിത്ത ബോധത്തോട് കൂടിയിട്ട് അതിനാവശ്യമായ അന്വേഷണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും എന്ന് തന്നെയാണ് ഒരു സഖാവ് എന്ന നിലക്ക് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ആരെ മാറ്റി നിർത്തേണ്ട എന്നതൊക്കെ ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ പറയുന്ന പാർട്ടി സംവിധാനവും ഒക്കെ ആലോചിക്കട്ടെ. ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടല്ലേ ഉള്ളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ആ സാധനം കൊടുത്തെത്തി ഞാൻ അരമണിക്കൂർ ആയോ? ഇപ്പൊ തന്നെ ഇവരെ മാറ്റണം അവരെ മാറ്റണം എന്ന് എന്തടിസ്ഥാനത്തിലാണ് ഞാൻ പറയുക? അവിടെ തുടരുമ്പോൾ സത്യം തെളിയുമോ? അല്ല, അതൊക്കെ നമുക്ക് വെയിറ്റ് ആൻഡ് സീ. അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥരാണ്. ഒരു കീഴുദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയിട്ട് എന്താണ് കാര്യം? അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നയം ഈ കാര്യത്തിൽ വ്യക്തമാണ്. കേരളത്തിന്റെ പോലീസിലെ ഒരു വിഭാഗത്തിന്റെ പെരുമാറ്റം ഈ പാർട്ടിക്കും ഗവൺമെന്റിനും ഗ്രൗണ്ട് ലെവലിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പോലീസ് എടുക്കേണ്ട നിലപാടും പ്രവർത്തന രീതിയുമല്ല പല പോലീസ് ഓഫീസർമാരുടെ ഇടയിൽ നിന്നും ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ പോലീസിലുള്ള പുഴുക്കുത്തുകൾ, അഴിമതി, അതും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ്. ഒരു മിനിറ്റ്, ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് അറിയാം ജനങ്ങളുടെ വികാരം. ഇന്നത്തെ കൂടിക്കാഴ്ചയോടുകൂടി താങ്കൾ ഉന്നയിച്ച വിഷയങ്ങൾ കൃത്യമായി പരിഗണിക്കും എന്നുള്ളത് തന്നെയാണോ? തീർച്ചയായിട്ടും അത് പരിഗണിക്കേണ്ടി വരുമല്ലോ. ഞാൻ എൻ്റെ വിഷയമല്ലല്ലോ പറഞ്ഞത്. ഈ നാട്ടിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതായത് മാറ്റി നിർത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇല്ല, ഞാൻ വലിയ പ്രതീക്ഷയിലാണ്. നിങ്ങൾക്കറിയാലോ, ഞാൻ ഇന്നും ആ പ്രതീക്ഷയിലാണ്, നാളെ ആ പ്രതീക്ഷയിലാണ്, മറ്റന്നാളും ആ പ്രതീക്ഷയിലാണ്. സെക്രട്ടറിയെ മാറ്റും. അല്ല, അതൊന്നും എനിക്കറിയാം. അതിന്റെ നാളല്ല ഞാൻ. പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയുള്ള ആരോപണം താങ്കളുടെ പിറകിൽ ആരാണ് എന്നുള്ളതാണ്. അതിൽ സമൂഹത്തോട് എന്താ പറയാനുള്ളത്? അതിൽ എൻ്റെ നെഞ്ചിൽ കൈവച്ച് എൻ്റെ ദൈവത്തിനെ സാക്ഷിയാക്കി പറയാം, എൻ്റെ പിറകിൽ ഈ വിഷയത്തിലുള്ളത് സർവശക്തനായ ദൈവം മാത്രമാണ്. ദൈവം മാത്രമാണ്. അല്ല, അവസാനിച്ചു. ഇത്ര കാര്യങ്ങൾ പറയാനുള്ളൂ. കൂടുതൽ വിശദീകരിക്കാൻ സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട്, അങ്ങോട്ട് പോകണം കേട്ടോ. ഇവിടെ പിടിച്ചു മാറ്റിയിട്ടൊന്നുമില്ല. ഉണ്ടാക്കാൻ നിൽക്കുന്നത് മുഖ്യമന്ത്രിയോടുമായി കൂടിക്കാഴ്ച അധ്യക്ഷൻ PV അൻവർ MLA സംസാരിക്കുകയായിരുന്നു. ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. തെളിവുകളൊക്കെ മുഖ്യമന്ത്രി കൈമാറിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. M.R. അജിത് കുമാറിനെ ആ സ്ഥാനത്തേക്ക് മാറ്റണോ വേണ്ടേ, പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ആ സ്ഥലത്ത് മാറ്റണോ വേണ്ടോ തീരുമാനിക്കാൻ മാത്രം ആളല്ല താൻ, അത് പറയേണ്ട ആളല്ല താൻ ഉന്നയിച്ച ആരോപണങ്ങൾ അതിഗുരുതര ആരോപണങ്ങളാണ്. അത് എഴുതി നൽകേണ്ട വിവരങ്ങളടക്കം എഴുതി നൽകി, അതിന് കൊടുക്കേണ്ട തെളിവുകളടക്കം കൊടുത്തു. ഇനി മുഖ്യമന്ത്രിയാണ് അതിൽ സത്യസന്ധമായ അന്വേഷണം നടത്തേണ്ടത്. തുടങ്ങിയ കാര്യങ്ങൾ അവിടെ എന്താണ് കൃത്യമായി തന്നെ PV അൻവർ പറഞ്ഞു. അത് കൂടിക്കാഴ്ചയിൽ അദ്ദേഹം തൃപ്തനാണോ അല്ലേ എന്നുള്ള കാര്യം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഇപ്പോൾ വ്യക്തമാകുന്നില്ല. മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എന്ന് പറയുകയാണ്. താനൊരു സഖാവ് എന്നുള്ള നിലയ്ക്ക് ഒരു സഖാവിൻ്റെ ബേസിക് ഉത്തരവാദിത്തം നിറവേറ്റുക മാത്രമാണ് ചെയ്തത്. ആരാണ് തനിക്ക് പിന്നിലുള്ളത് എന്ന PV അൻവറിനോട് ചോദ്യമുണ്ടായി. അദ്ദേഹം ദൈവം മാത്രമാണ് തൻ്റെ പിന്നിലുള്ളത്, ഇക്കാര്യത്തിൽ മറ്റൊന്നുമില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് പറയുന്നു. ഏറ്റവും ഒടുവിൽ ലാൽ സലാം എന്ന മാധ്യമപ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് മടങ്ങുകയും ചെയ്തു. ഷഫീദ് റാവുത്തർ ചേർന്നു. ഷഫീദ്, ആ കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹത്തിന് തൃപ്തിയുണ്ടോ ഇല്ലേ എന്ന വാക്കുകളിൽ നിന്ന് വ്യക്തമാണോ ഷഫീദ്? അതൊരു തരം പിൻവലിയലാണോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. കാരണം PV അൻവറിന്റെ പല ചോദ്യങ്ങൾ അവസാനം നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ?
അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി, അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. തന്റെ പോരാട്ടം അവസാനിപ്പിക്കുന്നു, ഒരു സഖാവ് എന്ന നിലയിൽ താൻ തുടങ്ങിയ പോരാട്ടം അവസാനിപ്പിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റ് പ്രതികരണങ്ങളിലേക്ക് ഒരു പക്ഷേ PV അൻവർ കടന്നിട്ടില്ല. അതൊരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയുമായി നടത്തിയിട്ടുള്ള ആ ചർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഏതെങ്കിലും കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടുള്ള ഒരു പിന്മാറ്റമാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹം ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ പല കാര്യങ്ങൾക്കും അദ്ദേഹം പറഞ്ഞ ഏറ്റവും അവസാനം നമ്മൾ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസമായി PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടെന്നുള്ള ചോദ്യത്തിന് അതിൽ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. പകരം അദ്ദേഹം പറയാനുള്ളതൊക്കെ പറഞ്ഞു, മാധ്യമങ്ങളോട് ഇത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ടാറ്റ MLA ഹോസ്റ്റലിന്റെ അകത്തേക്ക് കയറിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏതായാലും PV അൻവർ മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് അന്വേഷണം മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. താൻ ഇന്നലെ പറഞ്ഞത് മുഖ്യമന്ത്രിയെ കാണും, മുഖ്യമന്ത്രിയോട് ഇക്കാര്യങ്ങൾ വിശദമായി സംസാരിക്കും, അതൊക്കെ എഴുതി നൽകും. അങ്ങനെ എഴുതി നൽകാനുള്ള കാര്യങ്ങളൊക്കെ താൻ എഴുതി നൽകിയിട്ടുണ്ട്. ഇനി അക്കാര്യത്തിലുള്ളത് മുഖ്യമന്ത്രി അന്വേഷണം നടത്തണമെന്നുള്ളത് മാത്രമാണ്. അപ്പോൾ മുഖ്യമന്ത്രി ആ വിഷയത്തിൽ അന്വേഷണം നടക്കട്ടെ. തനിക്കിനിയുള്ള ഉത്തരവാദിത്തം, തന്റെ സഖാവെന്ന തന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിയെയും സംസ്ഥാന സെക്രട്ടറിയെയും CPMന്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെയും ആ വിഷയങ്ങൾ അറിയിക്കുക. മുഖ്യമന്ത്രി ഇപ്പോൾ കണ്ട് സംസാരിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായും അദ്ദേഹം സംസാരിക്കും, അദ്ദേഹം ചർച്ച നടത്തും. അദ്ദേഹത്തോടും ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി അവിടെയും കൈമാറും. അതിനുശേഷം അന്വേഷണ ഏജൻസികളുമായി സഹകരിക്കുക മാത്രമാണ് തന്റെ ഇനിയുള്ള ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം താൻ നിറവേറ്റും. ബാക്കിയുള്ള വിവരങ്ങൾ അദ്ദേഹം കൈമാറിയിട്ടുണ്ട് എന്നുള്ള സൂചനയാണ് ഇപ്പോൾ അൻവറിന്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അത് ഇതുവരെ ഉണ്ടായിരുന്ന അൻവറാണോ ഇപ്പോഴത്തെ അൻവർ എന്ന് ചോദിച്ചാൽ ഹാഷ്മി, ഇതിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൂർച്ചയുള്ള വാക്കുകൾ, ഷാർപ്പായിട്ടുള്ള മറുപടികൾ, ഒരു ചോദ്യത്തിനും മറുപടിയില്ല, തെളിവടക്കം നിരത്തുന്ന അൻവറിനെ നമ്മൾ കണ്ടപ്പോൾ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം PV അൻവറിന്റെ ബോഡി ലാംഗ്വേജ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം പക്ഷേ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടുമില്ല. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, വീണ്ടും അത് ആവർത്തിക്കുന്നതാണ് രാഷ്ട്രീയമായി ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള ഒരു ചോദ്യം, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ താൻ ഉയർത്തിയ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അൻവർ മറുപടി പറഞ്ഞില്ല. പകരം അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് MLA ഹോസ്റ്റലിനകത്തേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു. ഏതായാലും അദ്ദേഹം ഇനി സംസ്ഥാന സെക്രട്ടറിയെ കാണും, CPMന്റെ സംസ്ഥാന സെക്രട്ടറിയെ കാണും, തർക്കമില്ല. ആ നടപടികൾ തുടരും. ഏതെങ്കിലും അത് സ്വാഭാവിക നടപടി മാത്രമാണോ ഷഫീദ്? ഈ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ആഭ്യന്തര വകുപ്പിന്റെ തലവൻ എന്നുള്ള നിലയ്ക്ക് അന്വേഷണത്തിനായി കൊടുക്കുന്ന ഒരു പരാതി സ്വഭാവത്തിലുള്ളതാണല്ലോ. അത് അതേ കാര്യങ്ങൾ തന്നെ പാർട്ടി സെക്രട്ടറിക്കും കൊടുക്കുന്നു എന്നതിനർത്ഥം എന്താണ്? സ്വാഭാവികമായും പാർട്ടിക്കകത്തും അങ്ങനെ ഒരു അന്വേഷണം നടക്കേണ്ട കാര്യമുണ്ട്. കാരണം പാർട്ടിക്ക് ഒരു അസ്വസ്ഥരായിട്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതിനുമൊക്കെ അപ്പുറത്തേക്ക് ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് പോലീസ് നടത്തുന്ന അല്ലെങ്കിൽ പോലീസ് നടത്തുന്ന ഇടപെടലുകൾക്ക് പാർട്ടിക്ക് മുൻപിൽ മറുപടി പറയേണ്ടയാൾ. അപ്പോൾ അത് പാർട്ടി ശ്രദ്ധയിൽപ്പെടുത്തണം, പാർട്ടി നേതൃത്വത്തെ ശ്രദ്ധയിൽപ്പെടുത്തണം, പാർട്ടി നേതൃത്വം അക്കാര്യത്തിൽ ഇടപെടണം. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു സംശയവുമില്ല. അതുകൊണ്ടാകാം PV അൻവർ സംസ്ഥാന സെക്രട്ടറിക്ക് അല്ലെങ്കിൽ പാർട്ടിയിൽ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് ഇക്കാര്യത്തിലെ അന്വേഷണം വളരെ നിർണായകമാണ്. മാത്രമല്ല ഈ ചർച്ചകളിൽ PV അൻവർ നൽകിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒന്നുകൂടി സ്ട്രേറ്റ് ആയിട്ട് ചോദിച്ചാൽ ഷഫീദ്, ഞാനൊരു സഖാവാണ്, ഒരു സഖാവെന്ന് എന്റെ ഉത്തരവാദിത്തം ഞാൻ ചെയ്യാൻ ശ്രമിച്ചു, ജനങ്ങളുടെ പരാതി പറയാൻ ശ്രമിച്ചു, ഞാനിവിടെ ഇത് വെച്ച് അവസാനിപ്പിക്കുന്നു എന്നൊരു പിൻവാങ്ങൽ ആ സ്വരത്തിൽ തോന്നിയോ ഷഫീദ്? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അൻവറിന്റെ ബോഡി ലാംഗ്വേജിൽ അങ്ങനെ പിൻവാങ്ങൽ, അതല്ലെങ്കിൽ ഒരു പക്ഷേ മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ ഇനി പൊതുമധ്യത്തിൽ ഈ വിഷയം ചർച്ചയാക്കരുതെന്നുള്ളൊരു നിർദ്ദേശം, അങ്ങനെ ഒരു റിക്വസ്റ്റ് ഫോർമാറ്റിലെങ്കിലും അത് അൻവറിന്റെ മുൻപിലേക്ക് മുഖ്യമന്ത്രി വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ അൻവറിന്റെ ബോഡി ലാംഗ്വേജിൽ പിൻവലിയാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം ഒരു സഖാവാണ് താൻ, ഒരു സഖാവിന്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നു, മുഖ്യമന്ത്രിക്കും സംസ്ഥാന സെക്രട്ടറിക്കും മുൻപിൽ പരാതികൾ എത്തിച്ചു, താൻ നിർത്തുന്നു എന്ന ഒരു ധ്വനി അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരു 50% അത് ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം PV അൻവർ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താ സമ്മേളനത്തിൽ കണ്ട ഒരു ഷാർപ്പ്നെസ് നമ്മൾ ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല PV അൻവറിനോട് നമ്മൾ ആവർത്തിച്ച് ചോദിച്ച വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ചോദ്യത്തിന് അദ്ദേഹം മറുപടിയും നൽകിയിട്ടില്ല. ഒരു പക്ഷേ മുഖ്യമന്ത്രി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. പ്രത്യേകിച്ച് ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ ഉറപ്പ് നൽകിയതിന്റെ പേരിൽ പരസ്യ പ്രതികരണം, അതല്ലെങ്കിൽ വീണ്ടും വിഴുപ്പലക്കൽ വേണ്ട, ആഭ്യന്തര വകുപ്പിനെ, മുഖ്യമന്ത്രിയുടെ പ്രധാന വകുപ്പിനെ ഇനിയും പൊതുമധ്യത്തിൽ ഈ രീതിയിൽ തുറന്നു കാണിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അൻവർ എത്തിയോ എന്നുള്ളതിന് നമുക്ക് മറുപടിയില്ല. ഹാഷ്മി. അല്ല ഷഫീദ്, ഇനിയിപ്പോ അൻവർ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിമാരുടെ സംസാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പിൻവാക്കം അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ എന്നൊക്കെ പറയാമെങ്കിലും പറയേണ്ടതിന്റെ പരമാവധി അൻവർ പറഞ്ഞു കഴിഞ്ഞു. അൻവർ പറയലാണ് ഇയാൾ ദാവൂദ് ഇബ്രാഹിമിന്റെ വഴിയിൽ മോഡസ് ഓപ്പറാണ്ടിയിൽ സഞ്ചരിക്കുന്ന ഒരു അധോ സംഘത്തിന്റെ നായകനാണ്, ഇയാൾ പണമുണ്ടാക്കുന്ന സ്വർണ്ണക്കടത്തിലൂടെയാണ്, ഇയാൾ നടത്തിയ ആളാണ്, കൊലപാതകം നടത്തിയ ആളാണ്, തിരോധാനത്തിന് പിന്നിൽ ഇയാളുണ്ട് എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഗുണ്ടാ തലവനെ പറ്റിയല്ല, സംസ്ഥാനത്തെ പോലീസിലെ രണ്ടാമനെ പറ്റിയാണ്. പറയേണ്ട കാര്യങ്ങൾ പരമാവധി പറഞ്ഞ സാഹചര്യത്തിൽ
അൻവർ ഇനി ഏതെങ്കിലും സമ്മർദ്ദത്തിൽ പിൻവാങ്ങിയാലും ഇന്നെഫക്റ്റ് ഒരു പിൻവാങ്ങൽ സാധ്യമാണോ ആ വിഷയത്തിൽ ഷഫീദ്? അഷ്മി പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റാണ്. കാരണം അൻവറിനെ സംബന്ധിച്ച് തുറന്നു കാട്ടാനുള്ളത് സകലതും അൻവർ ഇതിനോടകം തന്നെ തുറന്നു കാട്ടിയിട്ടുണ്ട്. അത് ലോ ആൻഡ് ഓർഡർ ADGP ആയി MR അജിത് കുമാർ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി മുഖ്യമന്ത്രിയെ നോക്കുകുത്തിയായി പോലും ചില പെരുമാറ്റം നടത്തി, ചില കാര്യങ്ങളിൽ തീരുമാനമെടുത്തു എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണം അതൊരു ചർച്ചാ വിഷയമാക്കി പൊതുസമൂഹത്തിന് മുൻപിൽ മാത്രമല്ല പ്രതിപക്ഷത്തിന് മുൻപിൽ കൂടി PV അൻവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അൻവർ ഒരുപക്ഷെ പരസ്യമായിട്ടുള്ള പ്രതികരണം അത് അവസാനിപ്പിച്ചെങ്കിൽ കൂടി അൻവർ കൊളുത്തിവിട്ടിരിക്കുന്ന ഈ തീ അല്ലെങ്കിൽ ഈ തീപ്പൊരി അത് പടരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രതിപക്ഷം വരും ദിവസങ്ങൾ അത് രാഷ്ട്രീയായുധമാക്കും. പക്ഷേ ഇപ്പോഴും ഞാൻ സംശയിക്കുന്ന ഒരു കാര്യം, അൻവർ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ PV അൻവർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അദ്ദേഹത്തിന് കൈമാറാനുള്ളതെല്ലാം കൈമാറി, എഴുതി നൽകാനുള്ളതൊക്കെ എഴുതി നൽകി. ഇനി അദ്ദേഹം താൽക്കാലികമായി നിർത്തുന്നു, അന്വേഷണ ഏജൻസികളുമായി സഹകരിക്കും, പാർട്ടി സെക്രട്ടറിയോട് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തും എന്നതിനപ്പുറത്തേക്ക് തനിക്കൊന്നും ഈ വിഷയത്തിൽ ചെയ്യാനില്ല എന്ന് പറയുന്നത് അതൊരു തരത്തിൽ ഒരു ശരിയുമാണ്. കാരണം PV അൻവർ അതിൽ കൂടുതൽ ഇനി എന്ത് ചെയ്യാൻ കഴിയും? എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി പൊതുസമൂഹത്തിന് മുൻപിൽ ഓഡിറ്റ് ചെയ്യപ്പെടണം എന്നുള്ള ആവശ്യം അൻവർ അത് പൊതുസമൂഹത്തിന് മുൻപിൽ തന്നെ വെക്കുന്നത് പാർട്ടിക്കകത്തോ അതല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് സർക്കാരിനുള്ളിലോ ഒന്നുമല്ല. അത് വളരെ പൊതുസമൂഹത്തിന് മുൻപിൽ തന്നെ അദ്ദേഹം രജിസ്റ്റർ ചെയ്തു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉറപ്പ് മുഖ്യമന്ത്രി PV അൻവറിന് കൊടുത്തിട്ടുണ്ടോ? ആ പശ്ചാത്തലത്തിലാണോ PV അൻവർ ഈ പരസ്യമായി ഇങ്ങനെ ഇനിയിപ്പോൾ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം അറിയണം. അതിന് അൻവർ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ കൂടുതൽ പുറത്തു വരണം. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. PV അൻവർ ഏതായാലും പങ്കുവയ്ക്കാൻ തയ്യാറല്ല. പക്ഷേ അദ്ദേഹം അല്ലാതെ ഏതെങ്കിലും രീതിയിൽ ആ വിവരങ്ങൾ പുറത്തുവരും. ആ വിവരം അറിയുമ്പോൾ നമുക്കറിയാം ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ വിഷയത്തിൽ എന്തായിരിക്കും സർക്കാരിന്റെ അന്തിമ തീരുമാനം എന്നുള്ള കാര്യം നമുക്കറിയാം. സംസ്ഥാന സെക്രട്ടറി അൻവർ കാണുമ്പോൾ അത് പാർട്ടി തലത്തിൽ കൂടി ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറും. അങ്ങനെയാണെങ്കിൽ അടുത്ത സംസ്ഥാന നേതൃയോഗങ്ങളിൽ അത് പാർട്ടിക്ക് മുൻപിൽ വരുമോ, അത് ഉന്നയിക്കുമോ, MV ഗോവിന്ദൻ അത് പാർട്ടിക്കകത്തേക്ക് ചർച്ചയാക്കാനുള്ള പച്ചക്കൊടി കാണിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് കാണണം. ഇതിനെല്ലാം അപ്പുറം DGPയുടെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിന്റെ ഭാവി എന്താണ്, അന്വേഷണത്തിന്റെ ലൈൻ എന്താണ്? അടിമുടി ആരോപണം ആഭ്യന്തര വകുപ്പിനെതിരെ എന്ന് പറയേണ്ടി വരും. അങ്ങനെ ആരോപണം ഉയർന്നൊരു പശ്ചാത്തലത്തിൽ ലോ ആൻഡ് ഓർഡർ ADGPയുടെ കൊട്ടാരമടക്കം ഓഡിറ്റ് ചെയ്യപ്പെടണമെന്നുള്ള PV അൻവറിന്റെ ആവശ്യം എങ്ങനെ സർക്കാർ പരിഗണിക്കും, എങ്ങനെ പോലീസ് പരിഗണിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. പ്രത്യേകിച്ച് ADGP MR അജിത് കുമാർ സൂപ്പർ മുഖ്യമന്ത്രിയാകുന്നുവെന്ന് പോലീസ് സേനയ്ക്കകത്ത് തന്നെ അഭിപ്രായമുള്ളൊരു സാഹചര്യത്തിൽ ആ അന്വേഷണം ഏത് രീതിയിൽ നടക്കും, ആ അന്വേഷണത്തിന്റെ നെറ്റ് റിസൾട്ട് എന്താണ്? ഒരു മാസത്തിനകം മുഖ്യമന്ത്രിക്ക് ഉന്നതതല സംഘം കൊടുക്കുന്ന റിപ്പോർട്ടിൽ MR അജിത് കുമാറിനും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും ആഭ്യന്തര വകുപ്പിൽ നിന്നും പോലീസിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ഇനി നിർണായകമാവുക. ആഷ്മി, ഷഫീദ്, അപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞ ലാൽസലാം വിവാദങ്ങളോട് ലാൽസലാം, വെളിപ്പെടുത്തലോട് ലാൽസലാം, തുറന്നു പറച്ചിലോട് ലാൽസലാം, തെളിവുകളോട് ലാൽസലാം, ഇനിയുള്ള കയ്യിലുള്ള ബാക്കി തെളിവുകൾ പുറത്തുവിടുന്നതിനോട് ലാൽസലാം, ഫോൺ സംഭാഷണങ്ങളോട് ലാൽസലാം, ഒക്കെ വെച്ച് കെട്ടിത്തീർത്തു അവസാനിപ്പിച്ചു എന്നതാണോ ആ ലാൽസലാമിന്റെ അർത്ഥം ഷഫീദ്? ഹാഷ്മി, അവിടെ ഒരു സംശയം അൻവറാണ്. അൻവർ എന്തും ചെയ്യും. അൻവർ തുടങ്ങി വെക്കുന്ന യുദ്ധങ്ങൾ അദ്ദേഹം പരമാവധി വെളിപ്പെടുത്തി മാത്രമായിരിക്കും അൻവർ ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറുക. അങ്ങനൊരു പിന്മാറ്റം അത് മുഖ്യമന്ത്രിയുടെ ഉറപ്പിന്റെ പേരിലുള്ള ലാൽസലാം അങ്ങനെ മടങ്ങുന്നതാണോ എന്നുള്ളത് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ടത്. പക്ഷേ അൻവർ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പറയാനുള്ളതൊക്കെ അൻവർ പറഞ്ഞു കഴിഞ്ഞു. അശ്വിൻ, നമ്മളൊന്ന് ഓഡിറ്റ് ചെയ്താൽ അൻവറിന്റെ വാർത്താ സമ്മേളനം ഒന്ന് ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്താ സമ്മേളനങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അൻവർ എന്തൊക്കെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകും. അത് സുജിത് ദാസിന്റെ മരമുറിയിൽ തുടങ്ങിയ ഒരു ചെറിയ വെടിക്കെട്ടാണത്. അത് സുജിത് ദാസിനെ ആയിരുന്നില്ല അൻവർ ലക്ഷ്യം വെച്ചത്. PV അൻവർ ലക്ഷ്യം വെച്ചത് MR അജിത് കുമാറിനെയും P ശശിയുമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രണ്ടാമത് സുജിത് ദാസിൽ നിന്ന് നേരെ പോകുന്നു. ഇക്കാര്യങ്ങളൊക്കെ ആ മരമുറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ MR അജിത് കുമാറിന്, ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാറിന് അറിവുണ്ടായിരുന്നു എന്നുള്ള വളരെ ഗുരുതരമായ ആരോപണം. പിന്നാലെ നടന്ന 2 വാർത്താ സമ്മേളനങ്ങളിലും MR അജിത് കുമാറിനെയും P ശശിയെയും കടന്നാക്രമിക്കുകയായിരുന്നു PV അൻവർ. അതിൽ ഈ PV അൻവർ ഉന്നയിച്ച ആരോപണം അത് അനധികൃത സ്വത്ത് സമ്പാദനം ഏറ്റവും അവസാനം പറയുന്നു. അതിനു മുൻപ് സ്വർണ്ണക്കടത്ത് മാഫിയയുമായി ബന്ധം, എടവണ്ണ കൊലപാതകം ഉൾപ്പെടെയുള്ള റദാൻ കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് കഥകൾ മെനഞ്ഞു എന്ന് പറയുമ്പോൾ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ബന്ധം, അത് മുഖ്യമന്ത്രിക്ക് അങ്ങനെ കേട്ട് വെറുതെ സഹിച്ചിരിക്കാൻ കഴിയുന്ന ഒരു ആരോപണമല്ല. രണ്ടാമത്തേത് മുഖ്യമന്ത്രിയുടെ മൂക്കിൻ തുമ്പത്ത് മുഖ്യമന്ത്രി അറിയാതെ തീരുമാനങ്ങൾ എടുക്കുന്ന സൂപ്പർ പവറുകളായി മാറി P ശശിയും MR അജിത് കുമാറും എന്ന വെട്ടിത്തുറന്ന് ക്രിസ്റ്റൽ ക്ലിയറായി
PV അൻവർ വാർത്താ സമ്മേളനത്തിൽ കേരളത്തോട് തുറന്നടിച്ചു. ഏറ്റവും ഒടുവിൽ കവടിയാറിലെ അനധികൃത സ്വത്ത് സമ്പാദനം എന്ന ലേബലിൽ തന്നെ എങ്ങനെയാണ് ഒരു IPS ഉദ്യോഗസ്ഥന് കോടികൾ മുടക്കി വസ്തു കവടിയാറിൽ വാങ്ങാൻ കഴിയുക, അതിനുമപ്പുറത്തേക്ക് കോടികൾ മുടക്കി ഒരു മണിമാളിക എങ്ങനെ പണിതുയർത്താൻ കഴിയും എന്നുള്ള ചോദ്യം PV അൻവർ അത് പൊതുസമൂഹത്തിന് മുൻപിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുമ്പോൾ എല്ലാം അങ്ങ് ഓഡിറ്റ് ചെയ്യപ്പെടട്ടെ എന്നുള്ളൊരു തീരുമാനം മാത്രമാണ് PV അൻവറിനുള്ളത്. PV അൻവറിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം, അതൊരു രാഷ്ട്രീയ കൗതുകമാണ് ഹാഷ്മി. കാരണം PV അൻവർ എന്ന് പറയപ്പെടുന്ന ഒരു സ്വതന്ത്ര MLA, ഒരു ഇടത് സഹയാത്രികൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക് വന്ന് മുഖ്യമന്ത്രിയുടെ വകുപ്പിനെതിരെ ഒരുപക്ഷെ ആ കല്ലുകൾ അത്രയും കൊണ്ടത് സുജിത്ദാസിനും P ശശിക്കും MR അജിത്കുമാറിനുമാണെങ്കിൽ പരിക്കുകളില്ലാത്ത വിധം മുഖ്യമന്ത്രിക്കും ആ കല്ലേറ് കൊണ്ടു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ എങ്ങനെ അത് ധൈര്യം കിട്ടിയെന്നുള്ളൊരു ചോദ്യമായിരുന്നു. പക്ഷെ അതിന് അദ്ദേഹം പെട്ടെന്ന് ഒരു മരമുറിയിൽ തുടങ്ങി, അല്ലെങ്കിൽ ഒരു മലപ്പുറം എസ്പിയുമായുള്ള സ്റ്റേജിലെ ഒരു മൂപ്പളമ തർക്കത്തിൽ തുടങ്ങി, പിന്നെ അത് മരമുറിയിലേക്ക് എത്തി, പിന്നെ അത് ADGP അജിത് കുമാറിലേക്കും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയിലേക്കും ഒക്കെ വളർന്നു ബന്ധലിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ട അവിശ്വസനീയതയോടെ കേട്ട ഈ കൊലപാതകങ്ങളുടെയും സ്വർണ്ണക്കടത്ത് കള്ളക്കടത്ത് വഴികളുടെയും എന്ന് പറഞ്ഞാൽ ADGP ഒക്കെ നയിക്കുന്ന ഈ വഴികളുടെയൊക്കെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നമ്മൾ കേട്ടതാണ്. ആ ദിവസങ്ങൾക്കുള്ളിൽ മുഖ്യമന്ത്രിയെ കാണുന്നു. അതിനുശേഷം ആ തീവ്രമായ ഭാഷ, മൂർച്ചയുള്ള ഭാഷ അൻവറിന് അവിടെ കൈമോശം വരുന്നുണ്ട്. അതൊരു പിൻവാങ്ങലാണോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതോ ഇതൊരു തരം ഒരു നിയന്ത്രിത, ഏതെങ്കിലും അജണ്ട പ്രകാരമുള്ള ഒരു നിയന്ത്രിത സ്ഫോടനം മാത്രമായിരുന്നോ എന്നതടക്കം വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകൾ വ്യക്തമാകേണ്ടതാണ്. സർക്കാരിനെയും CPM-നും ഞെട്ടിച്ച ആരോപണ ബോംബുകൾക്ക് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുമായി PV അൻവർ കൂടിക്കാഴ്ച നടത്തിയത്. സെക്രട്ടേറിയറ്റിലാണ് അൻവർ മുഖ്യമന്ത്രിയെ കണ്ടത്. അതിനുശേഷം അരമണിക്കൂറിലെ കൂടിക്കാഴ്ച നീണ്ടുനിന്നു. അതിനുശേഷം MLA ഹോസ്റ്റലിന് മുന്നിൽ അൻവർ മാധ്യമങ്ങളോട് സംസാരിച്ചു. എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ് PV അൻവർ. ഈ നടപടിയെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. ADGP മാറ്റണോ എന്ന ചോദ്യത്തോട് അതൊക്കെ തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. P ശശിയുമായി ബന്ധപ്പെട്ട ചോദ്യം അദ്ദേഹം കേട്ടതായി ഭാവിച്ചതേയില്ല. ഒരു പിൻവാങ്ങലാണോ അതോ മുഖ്യമന്ത്രി കിട്ടിയ ഏതെങ്കിലും ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണോ ആ ഒരു ശാന്തത എന്ന കാര്യമൊക്കെ ഇനി വരും മണിക്കൂറുകൾ വ്യക്തമാകേണ്ടതാണ്. ഷഫീദ് റാവുത്തർ തുടർന്നു. ഷഫീദ്, രണ്ട് പോസിബിലിറ്റിയാണ്. ഒന്ന് അൻവർ ഇതോടുകൂടി എല്ലാം അവസാനിപ്പിക്കുന്നു. രണ്ട്, ആ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി അൻവറിൻ്റെ തെളിവുകൾ കണ്ട്, അൻവറിൻ്റെ ഗുരുതരാരോപണങ്ങൾ കേട്ട് അൻവറിന് തൃപ്തികരമായ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. രണ്ടിലൊന്നാണ് ഷഫീദ്. അശ്വിനി, ഈ വിഷയത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, അതായത് താൽക്കാലികമായെങ്കിലും PV അൻവർ പിൻവലിയുന്നു. അതിന് ന്യായീകരണമായി അൻവർ പറയുന്നത് ഒരു സഖാവ് എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്വം ഇവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതൊരു വെടിനിർത്തലാണ്. മുഖ്യമന്ത്രിയുടെ ചർച്ചയ്ക്ക് ശേഷമുള്ള ഒരു വെടിനിർത്തലായി നമുക്കതിനെ കാണാനും കഴിയും. ഇനി ഇക്കാര്യത്തിൽ കാത്തിരുന്ന് കാണേണ്ടത് മുഖ്യമന്ത്രി എടുക്കുന്ന ഏതെങ്കിലും നിലപാടിനോട്, അത് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണെങ്കിലും അൻവറിന് അതൃപ്തി ഉണ്ടോ, അൻവർ അതൃപ്തി പ്രകടമാക്കുമോ എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ കൂടി കാണും, മുഖ്യമന്ത്രി അറിയിച്ച കാര്യങ്ങൾ അവിടെ അറിയിക്കും, എഴുതി കൊടുത്തതൊക്കെ അവിടെയും കൊടുക്കും. പാർട്ടിക്കകത്തും ഇത് ഓഡിറ്റ് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ പാർട്ടിക്കകത്തും ഇത് ചർച്ചയാകണം. കാരണം അത് രണ്ടുമാണ് തന്റെ ഉത്തരവാദിത്വം. മുഖ്യമന്ത്രിയെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെയും അറിയിക്കുക, ബാക്കിയുള്ള തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും എടുക്കട്ടെ. ലോ ആൻഡ് ഓർഡർ ADGP സ്ഥാനത്ത് നിന്ന് MR അജിത്കുമാറിനെ മാറ്റണമെന്ന് തനിക്ക് ആവശ്യമില്ല. പക്ഷേ അതൊക്കെ ഓഡിറ്റ് ചെയ്യപ്പെടണം എന്ന് അൻവർ പറയുമ്പോൾ അതൊരു താൽക്കാലികമായെങ്കിലും ഒരു വെടിനിർത്തലായി നമുക്ക് വിലയിരുത്താൻ കഴിയും. പക്ഷേ അൻവറാണ് ആള്. സ്വാഭാവികമായും വരും ദിവസങ്ങളിലെ മൂവ്മെന്റ് അത് അൻവർ സൂക്ഷ്മമായി നിരീക്ഷിച്ചായിരിക്കും ഇനിയുള്ള പ്രതികരണം ഉണ്ടാവുക. ഉറപ്പ് നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി, ഏതെങ്കിലും തരത്തിൽ ഉറപ്പ് അൻവറിന് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയണം. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളൊന്നും കേരള പോലീസിനെ സംബന്ധിച്ച് ചെറിയ കാര്യമല്ല. അത് വലിയ തരത്തിൽ ആഭ്യന്തര പ്രശ്നത്തിലേക്ക് കടക്കും. ഒരുപക്ഷെ ഈ പുതിയ വിവാദം ഉണ്ടായതിന് പിന്നാലെ പോലീസ് സേനയ്ക്കകത്തടക്കം ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ ഔദ്യോഗികമായി നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ കഴിയാത്തത് അങ്ങനെ ഒരു ഓണർഷിപ്പ് അത് ആരും എടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷേ സേനയ്ക്കകത്തെ പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് MR അജിത്കുമാർ സൂപ്പർ DGP ആകുന്നുവെന്ന് DGPക്ക് തന്നെ ചില അഭിപ്രായമുണ്ടോ എന്ന് ചില കേന്ദ്രങ്ങൾ മുൻപ് പറഞ്ഞതാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ കാര്യങ്ങൾ നടക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടതായാലും. സംസ്ഥാന സെക്രട്ടറി ഇന്ന് വൈകിട്ടായിരിക്കും അൻവർ കാണുക. MV ഗോവിന്ദന്റെ നിലപാട് നിർണായകമാണ്. MV ഗോവിന്ദൻ ഇത് പാർട്ടി കോളങ്ങളിൽ അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന നേതൃയോഗങ്ങളിലും ചർച്ചയ്ക്ക് പച്ചക്കൊടി കാണിക്കുമോ എന്നുള്ളത് സ്വാഭാവിക ചോദ്യം. അങ്ങനെ കാണിച്ചാൽ P ശശിക്കെതിരെ പാർട്ടിയിൽ നേരത്തെ ഉരുണ്ടുകൂടിയിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ചില വിയോജിപ്പുകളുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ഉരുണ്ടുകൂടിയിരിക്കുന്ന ആ സംഭവങ്ങൾ, അത് ഈ ഒരു പുതിയ നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് പുറത്തു വരുമോ എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യം. അതൊക്കെ രാഷ്ട്രീയമായി ഏറെ നിർണായകമാകുന്ന കാര്യങ്ങളായി മാറുകയും ചെയ്യും. ഹാഷ്മി, P ശശിയെക്കുറിച്ച് ചോദ്യത്തിന് അദ്ദേഹം ആ ചോദ്യം കേട്ടതായി പോലും ഭാവിച്ചില്ല. അപ്പോൾ ആരോപണങ്ങൾ ആവിയാവുകയാണോ, എന്താണ്? മുഖ്യമന്ത്രി പരസ്യ പ്രതികരണത്തിൽ നിന്ന് അൻവറിനെ വിലക്കിയിട്ടുണ്ടോ? എന്താണ് ഇന്നലെ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ അതിരൂക്ഷമായ ഭാഷയിൽ കേട്ടാൽ വിശ്വസിക്കാൻ കഴിയാത്ത പോലെയുള്ള അതിഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച PV അൻവറിൻ്റെ ശാന്തഭാഷയ്ക്ക് പിന്നിൽ എന്നുള്ള കാര്യം അറിയേണ്ടത് വരും മണിക്കൂറുകളാണ്. ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും ADGP MR അജിത്കുമാറിനെ സംരക്ഷിക്കുന്നു സർക്കാർ. അന്വേഷണം മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിച്ചതാണെങ്കിലും അന്വേഷണ സംഘത്തെ നിയോഗിച്ചുള്ള ഉത്തരവിൽ അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം എന്ന് പ്രത്യേകം പറയുന്നില്ല. അതേസമയം അജിത് കുമാർ ഉന്നയിച്ച പരാതി അന്വേഷിക്കണമെന്ന് ഉത്തരവിലുണ്ട് താനും. ആരോപണത്തിൽ CBI അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഭരണകക്ഷി MLA ആയ PV അൻവർ ഉന്നയിച്ചത്.
തൊട്ടു പിന്നാലെ ആരോപണത്തിൽ മുഖ്യമന്ത്രി ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. രാത്രി DGPയുമായി ചർച്ച നടത്തിയ ശേഷം അന്വേഷണ സംഘത്തെ തീരുമാനിച്ചു. എന്നാൽ ആരോപണ വിധേയനായ MR അജിത് കുമാറിനെ സ്ഥാനത്തു നിന്നും മാറ്റാൻ തയ്യാറാകാതെ സംരക്ഷിക്കുകയായിരുന്നു. ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റണമെന്ന DGPയുടെ നിർദ്ദേശവും അട്ടിമറിക്കപ്പെട്ടു. ഇന്നു രാവിലെ അന്വേഷണ സംഘം രൂപീകരിച്ചിറക്കിയ ഉത്തരവിലും MR അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിച്ചു. PV അൻവർ ഓഗസ്റ്റ് 23 നൽകിയ പരാതിയിലും തുടർന്നുള്ള ആരോപണങ്ങളിലും സമഗ്ര അന്വേഷണം നടത്തണമെന്ന് മാത്രമാണ് ഉത്തരവിലുള്ളത്. MR അജിത് കുമാറിനെതിരെ അന്വേഷണം എന്നത് ഉത്തരവിൽ വരാതിരിക്കാനും സർക്കാർ ശ്രദ്ധിച്ചു. അതേസമയം MR അജിത് കുമാർ നൽകിയ പരാതിയിൽ അന്വേഷണം നടത്താനും സർക്കാർ ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ ആരോപണത്തിൽ CBI അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആവശ്യം. ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരായി ഉയർന്ന സാഹചര്യത്തിൽ ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടത് ഇതിനെക്കുറിച്ച് CBI അന്വേഷിക്കണമെന്നാണ്. എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, എന്ത് പ്രഹസനമാണ് മുഖ്യമന്ത്രി നിങ്ങളെന്ന്? ആ പ്രധാനപ്പെട്ട ആരോപണ വിധേയരായ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും അഡീഷണൽ ADGP ലോ ആൻഡ് ഓർഡറിനെയും നിലനിർത്തിക്കൊണ്ടുള്ളൊരു അന്വേഷണത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. MR അജിത് കുമാറിനെ സ്ഥാനത്തു നിന്നും മാറ്റിയാൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും മാറ്റേണ്ടി വരും. ഇതിനാലാണ് അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകാത്തതെന്നാണ് സൂചന. സർക്കാർ നിലപാടിനെതിരെ രൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷവും BJPയും ഉന്നയിക്കുന്നത്. 24 തിരുവനന്തപുരം. അപ്പോൾ ഇനി സ്വർണ്ണവില കാണാം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. അപ്പോൾ നമ്മുടെ ഉച്ചവാർത്ത യാത്ര തൽക്കാലം പൂർണ്ണമാവുന്നു.